ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അറബികളുടെ സ്വീറ്റ്സ് ആയിട്ടുള്ള ഒരു ബസ്ബൂസ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാക്കാം. അതിന് വേണ്ടത് നമുക്കൊരു കപ്പ് റവ എടുക്കാം. ഒരു കപ്പ് റവയുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് മേളിൽ വരുന്ന പോലെ തേങ്ങാ പീര. ഇത് നമുക്കിങ്ങനെ പിന്നെ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ നിന്ന് കിട്ടുന്നൊരു സംഭവം കേട്ടോ. എല്ലാ കടകളിലും കാണണമെന്നില്ല, ചില കടകളിലൊക്കെ ഉണ്ട്. തേങ്ങാ പീരയാണ് ഇതുണ്ടോ, ഉണങ്ങിയിരിക്കുന്ന ഒരു പീര. അപ്പം അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഫ്രഷ് ക്രീം ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്കൊരു ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചേ ഉള്ളൂ, ഒരു 2-3 സ്പൂണിനേ ഉള്ളൂ. അങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇച്ചിരി കൂടെ ഒന്ന് ലൂസായി വരണം കേട്ടോ. ഈ ഒരു പരുവത്തിൽ ഇത് ഇരിക്കേണ്ടത് കേട്ടോ. ഈ ഒരു ഇതിലാകുമ്പോഴത്തേക്കും അതിനുള്ള ക്രീം ഒഴിച്ച് കൊടുക്കും. ഇത് നമുക്കിത് ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഈ ടിന്നിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഈ 4 സൈഡിൽ ഞാൻ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറുതായിട്ടൊന്ന് വരഞ്ഞു വിടാം. ഇങ്ങനെ തിരിച്ചും കൂടെ. വരച്ച് വിട്ടേക്കുന്നതിനകത്തല്ല ഓരോ ബദാം പരിപ്പും വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞിട്ട് കീറിയെടുത്തതാണ്. നമുക്കിതിൻ്റെ എല്ലാം മുകളിൽ വെട്ടിയെടുക്കാം. ഇതുപോലെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര പാനി ഉണ്ടാക്കാം. കുറച്ച് പഞ്ചസാര എടുക്കാം. ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അല്പം നാരങ്ങാ നീരും കൂടെ വേണം. അത് തിളച്ച് പറ്റി വരുമ്പോൾ ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി. നമുക്കിത് തിളപ്പിച്ചിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി നാരങ്ങാ നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊരു നൂൽപ്പരുവാകുമ്പം, നൂൽപ്പരുവാകണ്ട, അതിന് മുമ്പായിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു പരുവത്തിന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് തണുക്കാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ബസ്ബൂസ റെഡിയായി വരും.
നമ്മുടെ ബസ്ബൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി പഞ്ചസാരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇത് തണുത്ത് വരുമ്പോൾ ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ വരും. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചൂടോടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുന്ന പോലെ. നമ്മളിതിൽ മധുരം ആഡ് ചെയ്തിട്ടില്ല. ഇത് ഇറങ്ങി ചെന്ന് വേണം എന്നിട്ട് ആടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്ബൂസ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ഉള്ള ഒരു സംഭവമാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.